Memorizing hadith is one of the characteristics of scholars who are hearers of the prophets. Memorizing them is a preservation of the religion and protecting one of its most important foundations. Were it not that Allah caused the scholars to memorize and preserve the hadith, the sunnah would have been lost. Here comes our senior girls with the hadith presentation. Assalamu alaikum wa rahmatullahi wa barakatuhu. വിശ്വപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതരമൊഴികളുടെയും ചലനാത്മചര്യകളുടെയും സംക്ഷിത സമ്പൂർണതയാണ് ഹദീസ് ഷെരീഫുകൾ. വിശ്വാസിയുടെ വഴികാട്ടി വിശുദ്ധ ഖുർആനിക ദർശനമാണെങ്കിൽ ഖുർആനിക വഴി പ്രഭാപൂരിതമാകുന്നത് ഹദീസ് ഷെരീഫുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ജീവാർപ്പണത്തിന് തയ്യാറായിരുന്ന സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ബഹുമാന ആദരവുകളോടെ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പരമ്പര തുടർന്നുകൊണ്ട് അറിവിൻ്റെ പ്രസ്തുത ശേഖരം ഒരു മാറ്റവുമില്ലാതെ നാം വരെ എത്തിച്ചേർന്നു. ഈ ഹദീസുകൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നത സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒരു വ്യക്തി എൻ്റെ ഉമ്മത്തിന് ഉപകാരപ്പെടുന്നതിനായി 40 ഹദീസുകൾ മനഃപ്പാഠമാക്കിയാൽ അന്ത്യനാളിൽ അദ്ദേഹത്തോട് പറയപ്പെടും, താങ്കൾ ഉദ്ദേശിക്കുന്ന ഏത് വാതിലൂടെയും സ്വർഗത്തിൽ കടക്കുക. തങ്ങളുടെ വാക്കുകൾ മനസ്സിലാക്കലും ഓർമ്മ വയ്ക്കലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കലും വലിയ പ്രതിഫലം കിട്ടുന്ന പുണ്യകർമ്മമാണ്. ഈ ഒരു ഉദ്ദേശത്തിൽ പഠിപ്പിക്കപ്പെട്ട 40 ഹദീസുകളുടെ സമന്വയവേദി ഇതാ. അലിഫിൻ്റെ ആത്മീയ സമ്പത്തുകൾ നിങ്ങളുടെ മുന്നിൽ അറിവിൻ്റെ വാതായനങ്ങൾ തുറക്കുന്നു. These 40 hadiths are related around 5 topics: Imaniyat, Ibadat, Muamalat, Muasharat. Tell the hadith along with its meaning, to which the number asked. 7. Hadith number 7. Ibadat. At-tuhurul shatrul iman. ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ്. Hadith number 12. Hadith number 12. Ibadat. അഫ്ളൽ അഅമാലി ഇൻദല്ലാഹി സ്വലാത്തു ഫീ അവ്വലി വഖതിഹ. അള്ളാഹുവിൻ്റെ അടുക്കൽ ശ്രേഷ്ഠമായ അമൽ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കപ്പെടുന്ന നമസ്കാരമാണ്. Hadith number 25. Hadith number 25. അഖ്ലാഖിയാത്ത്. അസ്സഹിയു ഖരീബുൻ മിനല്ലാഹി ഖരീബുൻ മിനൽ ജന്ന. ഉദാരനായ വ്യക്തി അള്ളാഹുവിനോട് അടുത്തവനാണ്, സ്വർഗത്തോടും അടുത്തവനാണ്. Hadith number 33. ഹദീസ് നമ്പർ 33. മുആമലാത്ത്. ലഅനല്ലാഹു സാരിഖ്. അള്ളാഹു മോഷ്ടാവിനെ ശപിച്ചിരിക്കുന്നു. Hadith number 17. ഹദീസ് നമ്പർ 17. ഇബാദത്ത്. അദ്ദുആ സിലാഹുൽ മുഅ്മിൻ. ദുആ മുഅ്മിൻ്റെ ആയുധമാണ്. Hadith number 22. ഹദീസ് നമ്പർ 22. ഇബാദത്ത്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. Next, for the following hadith, you should identify the number, topic and its meaning. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. ഹദീസ് നമ്പർ 26. ഈമാനിയാത്ത്. ഇത്തഖില്ലാഹു ഹൈസുമാ കുന്ത്. നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. റിളർ റബ്ബി ഫീ റിളൽ വാലിദി. ഹദീസ് നമ്പർ 19. മുആശറാത്ത്. റിളർ റബ്ബി ഫീ റിളൽ വാലിദ്. അള്ളാഹുവിൻ്റെ തൃപ്തി പിതാവിൻ്റെ തൃപ്തിയിലാണ്. ഇജ്തനിബുൽ ഗളബ. ഹദീസ് നമ്പർ 10. അഖ്ലാഖിയാത്ത്. ഇജ്തനിബുൽ ഗളബ. നീ കോപത്തെ തൂബ ലിമൻ താബ കസ്ബുഹു. ഹദീസ് നമ്പർ 18 അല്ലേ? ഹദീസ് നമ്പർ 18. മുആമലാത്ത്. തൂബ ലിമൻ തൗബ കസ്ബു. സമ്പാദ്യം ഹലാല വ്യക്തിക്ക് ആശംസകൾ. അദ്ദുആ മുഖുൽ ഇബാദ. ഹദീസ് നമ്പർ 27. ഇബാദത്ത്. അദ്ദുആ മുഖുൽ ഇബാദ. ദുആ ആരാധനയുടെ മജ്ജയാകുന്നു. ഇന്നൽ ഗളബ മിനശ് ശൈത്താൻ. ഹദീസ് നമ്പർ 35. അഖ്ലാഖിയാത്ത്. ഇന്നൽ ഗളബ മിനശ് ശൈത്താൻ. നിശ്ചയമായും കോപം പിശാചിൻ്റെ ഭാഗത്തു നിന്നുമുള്ളതാണ്. Tell the hadith number and topic that I am going to mention. നിങ്ങൾ വീട്ടിൽ പ്രവേശിച്ചാൽ വീട്ടുകാരോട് സലാം പറയുക. ഹദീസ് നമ്പർ 14. മുആശറാത്ത്. ഇദാ ദഖൽതും ബൈതൻ ഫസല്ലിമു അലാ അഹ്ലിഹി. നിങ്ങൾ വീട്ടിൽ പ്രവേശിച്ചാൽ വീട്ടുകാരോട് സലാം പറയുക. ദുആ മുഅ്മിനിൻ്റെ ആയുധമാണ്. ഹദീസ് നമ്പർ 17. ഇബാദത്ത്. അദ്ദുആ സിലാഹുൽ മുഅ്മിൻ. ദുആ മുഅ്മിനിൻ്റെ ആയുധമാണ്. ഏഷ്യന് പറയുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല.
ഹദീസ് നമ്പർ 15 അഖ്ലാഖിയാത്ത് ലാ യദ്ഖുലുൽ ജന്നത്ത നമ്മാം ഏഷണി പറയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും. ഹദിയകൾ നൽകുക പരസ്പരം സ്നേഹമുണ്ടാകുന്നതാണ്. ഹദീസ് നമ്പർ 39 മുആശറാത്ത് തഹാദു തഹാബു ഹദിയ നൽകു പരസ്പരം സ്നേഹമുണ്ടാകും. നീ കളവ് പറയരുത്. ഹദീസ് നമ്പർ 40 അഖ്ലാഖിയാത്ത് ഇയ്യാക്കും ബൽ കദ് നീ കളവ് പറയരുത്. നീ സഹായം തേടിയാൽ അള്ളാഹുവിനോട് സഹായം തേടുക. ഹദീസ് നമ്പർ 21 മുആമലാത്ത് ഇദസ്തഅൻത ഫസ്തഈൻ ബില്ല നീ സഹായം തേടുന്നുവെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. ഐഡൻറ്റിഫൈ ദ ഹദീസ് ഫ്രം വിച്ച് ദീസ് വേർഡ്സ് ആർ ടേക്കൺ. അക്രപരമായി കവർന്നെടുക്കൽ. ഹദീസ് നമ്പർ 8 മുആമലാത്ത് മനിൻ തഹബ നുഹബത്തൻ ഫലൈസ മിന്ന എന്തെങ്കിലും അക്രമപരമായി കവർന്നെടുക്കുന്നവൻ നമ്മിൽ മുസ്ലിമിൽപ്പെട്ടവനല്ല. പകുതിയാണ്. ഹദീസ് നമ്പർ 7 ഇബാദത്ത് അത്തഹുൽ ഷത്തുൽ ഈമാൻ ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ്. ആയുധമാണ്. ഹദീസ് നമ്പർ 17 ഇബാദത്ത് അദ്ദുആഉൽ സിലാഹുൽ ദുആ മുഅ്മിനിൻ്റെ ആയുധമാണ്. മയമുള്ളവനാകുന്നു. ഹദീസ് നമ്പർ 20 അഖ്ലാഖിയാത്ത് ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ് നിശ്ചയം അല്ലാഹു മയമുള്ളവൻ അല്ലാഹു മയത്തെ ഇഷ്ടപ്പെടുന്നു. ആരോഗ്യവാന്മാരായിത്തീരും. ഹദീസ് നമ്പർ 32 ഇബാദത്ത് സുമു തസിഹു നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക ആരോഗ്യവാൻ തീരുക. വിശ്വസ്തനായ കച്ചവടക്കാരൻ. ഹദീസ് നമ്പർ 23 മുആമലാത്ത് അത്താജിർ സ്വദൂഖുൽ അമീനി മഅൻ നബി വസിദ്ദീഖീന വശുഹദാ സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ നബിമാർ സിദ്ദീഖുകൾ ശുഹദാക്കൾ എന്നിവരോടൊപ്പമായിരിക്കും. ഐഡൻറ്റിഫൈ ദ ഹദീസ് ഫ്രം വിച്ച് ദീസ് അറബിക് വേർഡ്സ് ആർ ടേക്കൺ. അഖ്ദാം. ഹദീസ് നമ്പർ 9 മുആശറാത്ത് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് സ്വർഗം മാതാക്കളുടെ കാലിനടിയിലാണ്. അഖാഖ്. ഹദീസ് നമ്പർ 34 മുആശറാത്ത് ലാ തുമാരി അഖാഖ നീ നിന്റെ സഹോദരനോട് വഴക്ക് കൂടരുത്. സദഖ. ഹദീസ് നമ്പർ 30 അഖ്ലാഖിയാത്ത് അൽ കലിമത്തു ത്വയ്യിബത്തു സദഖ നല്ല സംസാരം സദഖയാണ്. ബിന്നിയാത്ത്. ഹദീസ് നമ്പർ 6 ഈമാനിയത്ത് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് അമലുകളുടെ അടിസ്ഥാനം നിയ്യത്താകുന്നു. ഷതറുൻ. ഹദീസ് നമ്പർ 7 ഇബാദത്ത് അത്തഹൂർ ഷത്തുറുൽ ഈമാൻ ശുദ്ധി ഈമാൻ്റെ പകുതിയാണ്. സിലാഹ്. ഹദീസ് നമ്പർ 17 അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ ദുആ മുഅ്മിൻ്റെ ആയുധമാണ്. നമുക്കെല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളെ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ജസാക്കല്ലാഹു ഖൈർ.